ബാങ്കുകളുടെ കൊള്ള പലിശയ്ക്കെതിരെ ആരും പ്രതികരിക്കുന്നില്ല. നിങ്ങൾ എന്തിനാ ലോൺ എടുക്കുന്നത് എന്നാണ് പല ആൾക്കാരും ഈ പാവപ്പെട്ട ആൾക്കാരോട് ചോദിക്കാറുള്ളത്. ലോൺ എടുക്കാതെ നിങ്ങളെപ്പോലെ ആൾക്കാർ സഹായിക്കുന്നില്ലല്ലോ. പാവങ്ങള് മറ്റാൾക്കാരോട് കടം ചോദിക്കുമ്പോൾ എന്റെ അടുത്തല്ല ഇങ്ങനെ കൈമലർത്തുമ്പോൾ ബാങ്കുകാർ പറയുന്നത് ഇങ്ങോട്ട് വാ നിനക്ക് 10% തരാ എന്ന് പറയും. 2 വർഷം കഴിഞ്ഞ് നോക്കുമ്പോൾ അതേ ലോണ് 12%, 13% മാറിയിട്ടുണ്ടാവും. ഇതാരെങ്കിലും അറിയുന്നുണ്ടോ, ശ്രദ്ധിക്കുന്നുണ്ടോ? കൊള്ള പലിശ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1.5 കൊള്ള പലിശകളാണ് ബാങ്കുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കഴിവതും പ്രിയ സുഹൃത്തുക്കള് ബാങ്കിൽ നിന്നുള്ള ബാങ്ക് ഇടപാടൊക്കെ ഒഴിവാക്കുക. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കുകയാണെങ്കിൽ ഒരു ലോൺ നമുക്ക് വേണ്ടിവരില്ല. നമുക്കൊക്കെ കുറച്ച് ആഡംബരവും ആഘോഷങ്ങളൊക്കെ കുറച്ച് കൂടുതലാണ് നമുക്ക്, അല്ലെ? എനിക്കടക്കം ഞാനിതിൽ കുറ്റം പറയുന്നത്, ഞാൻ നിങ്ങളെ മാത്രമല്ല പറഞ്ഞു, ഞാനടക്കം എല്ലാവർക്കും ആഡംബരം കുറച്ച് കൂടുതലാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മളെ പോലെയുള്ള ആൾക്കാരൊക്കെ ബാങ്കുമായി ബന്ധപ്പെട്ട് കുടുങ്ങുന്നതും ബാങ്കിലെ മാനേജർമാരുടെ നിങ്ങൾ അത്ര ഇൻവെസ്റ്റ് ചെയ്ത് ഇത്ര അങ്ങോട്ട് എന്നൊക്കെ പറയുമ്പോൾ അത് ചെന്നുകൊണ്ട് ചാടുന്നതും. ഇന്ന് നിരന്തരം ഇന്നിപ്പോൾ ഒരു കോള് വന്നു, ഓരോ സഹോദരങ്ങളുടെ ഓരോ പ്രയാസങ്ങൾ പറഞ്ഞിട്ട് ഓരോ കോളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. അപ്പം ഓരോരുത്തരും പറയുന്നത് ഞങ്ങള് 10 ലക്ഷം ലോൺ എടുത്തതായിരുന്നു, അത് ഞങ്ങള് 6 ലക്ഷം അടച്ചു, ബാക്കി 4 ഇപ്പൊ നോക്കുമ്പോൾ ഇപ്പോൾ വീണ്ടും 8 ലക്ഷം ആയിട്ടുണ്ടെന്ന് പറയും. ഇങ്ങനെയാണ്. അപ്പം എത്രയാണ് ബാങ്കുകളുടെ കൊള്ളപ്പലിശ എന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. 15 വർഷത്തിന് ലോൺ എടുക്കുന്ന ഒരു വ്യക്തി ആ 15 വർഷത്തിന് ഒരു ഡിവൈഡ് ചെയ്യുന്നില്ല, അവൻ മനസ്സിലാക്കുന്നില്ല ഞാൻ എത്ര തിരിച്ചടക്കുന്നു എന്നുള്ളത്. അവന്റെ അപ്പത്തെ കാര്യം നോക്കുകയാണ്, അത് 2 വർഷം കൊണ്ട് തീർക്കും എന്നൊക്കെ കരുതി ലോൺ എടുക്കും. പക്ഷേ 2 വർഷം പോയിട്ട് 4 വർഷം കൊണ്ട് തീർക്കാൻ പറ്റാത്ത സാഹചര്യത്തിലൂടെയാണ് നമ്മളിൽ പലരും പോയിക്കൊണ്ടിരിക്കുന്നത്, അല്ലെ? അപ്പൊ അതുകൊണ്ട് തന്നെ സുബൈർ ബാപ്പുവിന് പറയുള്ളത്, ലോണുമായി ബന്ധപ്പെട്ട് നിങ്ങൾ പോവാതിരിക്കുക. മാക്സിമം അതാണ് നല്ലത്. പിന്നെ നിവൃത്തിയില്ലെങ്കിൽ ഇവന് പോവില്ലാതെ ചെയ്യണില്ല, ആരും സഹായിക്കുന്നില്ലല്ലോ, അല്ലെ? ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ നമ്മളാരും സഹായിക്കാനൊന്നും ആരുമില്ല. നമ്മളോട് ഉപദേശിക്കാൻ എല്ലാവർക്കും കഴിയും, പക്ഷെ സഹായിക്കാൻ ആർക്കും അങ്ങനെ കഴിയാറില്ല എന്നുള്ളതാണ് സത്യം. അപ്പം കുറെ ആൾക്കാർ ചോദിക്കുന്നുണ്ട്, ബാങ്കുകാർ ജപ്തി ചെയ്യുന്നു പറഞ്ഞ് പറയുന്നുണ്ട്. ബാങ്കുകാർ ചുക്കും ചെയ്യില്ല, കാരണം ചില ഹൈക്കോടതിയുടെ പുതിയ നിയമമുണ്ട് വീട് ജപ്തി ചെയ്യരുത് എന്നുള്ളത്. അതുകൊണ്ട് സത്യത്തിൽ ബാങ്കുകാർ കുടുങ്ങിയിരിക്കുകയാണ്. ഇപ്പോൾ അവർക്ക് ഹൈക്കോടതി പറഞ്ഞു വീട് ജപ്തി ചെയ്യരുതെന്നും പറഞ്ഞു. അപ്പം എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ ബാങ്കുകാർക്കാണെങ്കിൽ ആൾക്കാർ പൈസ തിരിച്ചടക്കുന്നില്ല. ഞാൻ നിങ്ങളോട് കുറെ കാലങ്ങൾക്ക് മുമ്പ്, അതായത് ഒരു 2 വർഷം മുമ്പ് തന്നെ ഞാൻ പറയുന്നു, നിങ്ങൾക്ക് പൈസ തിരിച്ചു കിട്ടണോ, നിങ്ങളൊന്നില്ലെങ്കിൽ നിങ്ങളുടെ ആ നിലവിൽ ലോൺ പെൻഡിംഗ് ആയിരിക്കുന്ന ജപ്തിയിൽ നിൽക്കുന്ന ലോണുകളൊക്കെ ഒന്ന് പുതുക്കി കൊടുത്തിട്ട് നിങ്ങൾ മുതലും പലിശയും പാടെ ചേർന്ന് പുതുക്കി കൊടുത്തോളൂ. എന്നതിന് ശേഷം അതിന്റെ തിരിച്ചടവ്, അതായത് സംഖ്യ ഒരു 10,000 ഉള്ളവന് ഒരു 7,000 ആക്കി കൊടുക്കുക, 20,000 ഉള്ളവന് 15,000 ആക്കി കൊടുക്കുക. ഈ രീതിയിൽ ഇത് ക്രമീകരിച്ച് പുതിയ ലോണാക്കി എടുത്ത് കൊടുത്തോളൂ. എന്നാലും നിങ്ങൾക്ക് ഇതുവരെ പെൻഡിംഗ് ആയിരുന്ന പലിശയും കിട്ടും, നിങ്ങൾ മുതലും ഒന്നും പോകുന്നില്ലല്ലോ. എന്നാൽ ഈ സാധാരണക്കാരന് വീട് നഷ്ടമാവില്ല എന്ന് മാത്രമല്ല, അവന് തിരിച്ചടവ് തുടങ്ങി ചെയ്തോളും. അല്ല, നിങ്ങൾ ഇത് എന്താ ചെയ്യണത്? അതൊന്നും പറ്റില്ല. എന്ത് ചെയ്യണം? ഇന്ന് വരെ നിൽക്കുന്ന മുതലും പലിശ ഒരുമിച്ച് കിട്ടണം, അല്ലെങ്കിൽ അവന്റെ പേരിൽ പോയി ഞങ്ങൾ തൊട്ടി സൊട്ടിക്കും, മറ്റേ തൊട്ടിക്കും, ആനാട്ടും ഞാനും കാട്ടും. ഞാൻ ചോദിക്കട്ടെ ബാങ്ക് മാനേജർമാരെ, അതുപോലെ ഇതിന് ബാങ്ക് മാനേജർമാരുടെ ഈ ഗുണ്ടായുസത്തിന് നേതൃത്വം നൽകുന്ന, അല്ലെങ്കിൽ അതിന് മൗനം പാലിച്ച് അവർക്ക് ഒത്താശ പാടുന്ന സർക്കാരിനോട് ഞാൻ ചോദിക്കുന്നത്, ഈ ജനങ്ങള്, ലോൺ എടുത്ത ജനങ്ങള് പൈസ തിരിച്ചടച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യുക? നിങ്ങൾ മാക്സിമം പോയിട്ട് എന്താ ചെയ്യുക? അവന്റെ വീടൊന്ന് ജപ്തി ചെയ്യും, അല്ലെ? അതിന്റെ അപ്പുറം ഒരു കുന്നം നടക്കൂലല്ലോ. ജപ്തി ചെയ്ത് അവൻ ആത്മഹത്യ ഒന്നും ചെയ്യില്ല. അതൊക്കെ പണ്ട് ആ കാലൊക്കെ പോയി. അവൻ നേരെ എന്ത് ചെയ്യും? ഏതെങ്കിലും ഒരു വാടക വീട്ടിൽ പോയി താമസിക്കും. ഇതിന് 15,000 മാസം അടക്കേണ്ടത് 1,000 അടച്ചാൽ മതിയല്ലോ. ഈ 15,000 അടക്കേണ്ടത് നിങ്ങൾ ജപ്തി ചെയ്ത് ഞാൻ ഇറക്കി വിട്ട് കഴിഞ്ഞാൽ അവൻ നേരെ വാടക വീട്ടിൽ പോകും. 5,000 രൂപ എന്ന് തിരിച്ചടക്കേണ്ടി വരുള്ളൂ. അവന് പിന്നെ ആർക്ക് കടം കൊടുക്കണ്ടില്ല, കാരണം ജപ്തി ചെയ്ത് വീട് കൊണ്ടുപോയില്ലേ. പിന്നെ അവൻ കടക്കാരനല്ല, അവൻ സ്വതന്ത്രനാണ്. പിന്നെ അവൻ ഒന്നും ഉണ്ടായിക്കോളും. എന്നാൽ നിങ്ങൾ ഈ കാട്ടുന്ന കൊള്ള, പകൽ കൊള്ളയാണ് ബാങ്കിൽ ചെയ്യുന്നത്. 10% എന്ന് പറഞ്ഞ ഹൗസിംഗ് ലോൺ കൊടുക്കും, 8% എന്ന് പറഞ്ഞിട്ടാണ് ഹൗസിംഗ് ലോണിലേക്ക് ഇവർ ആകർഷിപ്പിക്കുന്നത് ആൾക്കാരെ. ഞാൻ നിങ്ങളൊരു കാര്യം പറയും, ലോൺ എടുത്ത ആൾക്കാർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒറ്റ കാര്യം ശ്രദ്ധിക്കുക. നിങ്ങളുടെ നിലവിൽ നിങ്ങൾ 5 വർഷം മുമ്പോ 7 വർഷം മുമ്പോ ലോൺ എടുത്തു വെച്ചോളി. അന്ന് നിങ്ങളോട് പറഞ്ഞിരുന്ന പലിശ എത്രയെന്ന് നിങ്ങൾ മെമ്മറിയിൽ ഉണ്ടാവുമല്ലോ. 10% അല്ലെങ്കിൽ 8%, 9% ആയിരിക്കും ഹൗസിംഗ് ലോണിൽ പലിശ പറഞ്ഞിട്ടുണ്ടാവുക. ഇപ്പൊ നിങ്ങളെ മൊബൈലില്, നിങ്ങളെ ഏത് ബാങ്കാണ് അതിന്റെ ആപ്പ് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ മൊബൈലിൽ തന്നെ നിങ്ങൾക്ക് എത്ര രൂപ ലോൺ ഉണ്ട്, എത്ര തിരിച്ചടച്ചിട്ടുണ്ട്, എത്ര പെൻഡിംഗ് ഉണ്ട്, എത്ര നിങ്ങൾ പെൻഡിംഗ് ആക്കി എന്നതിന് കംപ്ലീറ്റ് റെക്കോർഡ് അല്ലെങ്കിൽ അതിന്റെ എവിഡൻസ് നിങ്ങളെടുത്ത് കിട്ടും. അതിൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്താൽ കിട്ടും ഇപ്പൊ നിങ്ങളെ പലിശ എത്രയാണ് എന്നുള്ളത്. ഗ്യാരണ്ടി ആയിട്ട് സുബൈർ ബാപ്പു പറയാണ്, എഴുതി വെച്ചോളി മക്കളെ, ഗ്യാരണ്ടി ആയിട്ട് ഞാൻ പറയുന്നു. നിങ്ങൾ 9% ലോൺ എടുത്ത ഒരു വ്യക്തിയാണ് എങ്കിൽ അതിപ്പോ 11% മാറിയിട്ടുണ്ടാവും. നിങ്ങളെ ചതിച്ചിട്ട് അവർ മാറ്റിയിട്ടുണ്ടാവും. നിങ്ങളോട് പറഞ്ഞിട്ടേ ഉണ്ടാവില്ല. 11% ആക്കുന്ന വിവരം ഇവര് ഏത് ബാങ്കായാലും നിങ്ങളുടെ ആ കാര്യം പറഞ്ഞിട്ടുണ്ടാവില്ല. നിങ്ങളെ മൊബൈലിൽ ആപ്പുകൾ ഉണ്ടാവും. ആപ്പിൽ നിങ്ങൾ നോക്കിയാൽ മതി. കാനറ ബാങ്കിൽ നിന്നാണ് നോക്കി കാനറ ബാങ്കിൽ നോക്കുക, ഇനി ആക്സിസ് ആണോ, അത് HDFC ആണോ, ഏത് ബാങ്കാണോ നിങ്ങൾ എടുത്താൽ ആ ബാങ്കിന്റെ ആപ്പിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളെ മൊത്തം ഡീറ്റെയിൽസ് അതിനകത്തുണ്ടാവും. ഈ കൈവെള്ളയിൽ എത്ര രേഖ ഉണ്ട് എന്നുള്ള കൈ ഇങ്ങനെ കാണിച്ചാൽ നമുക്ക് അറിയാൻ പറ്റും, അല്ലെങ്കിൽ കയ്യിലേക്ക് നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങളുടെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. അപ്പൊ അതുകൊണ്ട് ഞാൻ പറയുന്നത്, ബാങ്കിനായിട്ട് കളിക്കുമ്പോൾ തീനായിട്ട് കളിക്കും പോലെ വെക്കണം. തീ നമുക്ക് ആവശ്യമാണല്ലോ, അല്ലെ? തീ എന്ന സാധനം നമുക്ക് ആവശ്യമാണ്. ഇപ്പൊ ഇത് വെളിച്ചായിട്ടാണ് വരുന്നത്, കണ്ടോ? ഇവിടുന്ന് വെളിച്ചായിട്ടാണ് വരുന്നത്. നേരെ മറിച്ച് അത് തീയാക്കാനും ആ കറണ്ടിനോട് സാധിക്കും. അപ്പൊ ബാങ്കുമായിട്ടുള്ള ഇടപാട് തീ കൊണ്ട് കളിക്കുന്ന ഒരു ഇടപാടാണ് എന്ന രീതിയിൽ നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കണം. മാക്സിമം ബാങ്ക് ഇടപാടിലേക്ക് എന്റെ പ്രിയ സഹോദരങ്ങളും സഹോദരിമാരും പോവാതിരിക്കുക.
നിവർത്തില്ല എന്നുണ്ടെങ്കിൽ മാത്രം പോവുക. അത് എത്രയും പെട്ടെന്ന് 15 വർഷം 20 വർഷം നിങ്ങൾ കാത്തിരിക്കല്ലേ. അതിന്റെ ഇടയിൽ നിങ്ങൾക്ക് ഒരുപാട് മാറാപ്പം കിട്ടി വരും. മനസ്സിലുണ്ടോ? അതിന്റെ ഇടയ്ക്ക് ലോൺ പെൻഡിങ് ആയി കഴിഞ്ഞാൽ എന്താ ഒരു കാട്ടുന്ന അറിയാം. ലോൺ ഇപ്പോൾ ഒരു 10,000-15,000 രൂപ നിങ്ങൾക്ക് തിരിച്ചടവുള്ള ലോണാണെന്നുണ്ടെങ്കിൽ ഒരു 10 ലക്ഷം രൂപ നിങ്ങൾ എടുത്തു എന്ന് വെച്ചോ. അതിൽ നിങ്ങൾ 9 അല്ലെങ്കിൽ 1 ലക്ഷം അടച്ച് 9 ലക്ഷം ബാലൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരടവ് തെറ്റിന്ന് വെച്ചോളൂ. ഒരൊറ്റ അടവ് തെറ്റിയിട്ടുണ്ടെങ്കിൽ ആ അടവ് തെറ്റിയതിന് 9 ലക്ഷം രൂപക്കാണ് അവർ 2% അല്ലെങ്കിൽ 3%, 4% പലിശ ഈടാക്കുന്നത്. തെറ്റിയതിന് മാത്രമല്ല, ഈ 14 രൂപക്ക് മാത്രമല്ല ഇവര് കൂട്ടുപലിശ ഇടുന്നത്. 10 ലക്ഷം ആണെങ്കിൽ ആ 10 ലക്ഷം രൂപക്ക് 2% കൂട്ടി നോക്കും നിങ്ങൾ. 1 ലക്ഷം രൂപ 2,000 രൂപ വെച്ച് 10 ലക്ഷം രൂപയ്ക്ക് എത്രയായി? 20,000 രൂപ നിങ്ങൾക്ക് കൂട്ടുപലിശ ഇനത്തിലൂടെ വരികയാണ്. അപ്പൊ പൊന്നാര മക്കളെ, മാക്സിമം ബാങ്കുമായിട്ടുള്ള ഇടപാട് ഒഴിവാക്കുക. മാക്സിമം നിങ്ങൾ ഉള്ളത് കൊണ്ട് ജീവിക്കുക. എന്തായാലും ഇവിടെ പിന്നെ ഈ ദൈവം നമ്മളെല്ലാവരും ഒരേപോലെ ഒരേ കാറ്റഗറിയിൽ മനുഷ്യരായിട്ട് രൂപീകരിച്ച് നമ്മളെല്ലാവരും മനുഷ്യരായിട്ട് തന്നെയാണ് ഈ ഭൂമിയിലേക്ക് നമ്മൾ ഇറക്കിയിട്ടുള്ളത്. എന്നാൽ നമുക്കുള്ള കഴിവും നമുക്കുള്ള ഉയർച്ചയും വളർച്ചയും ഒരുപോലെ അല്ല. അതാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അല്ല, ഇന്നലെ നിങ്ങള് പിന്നെ എന്താ പറയാ കഞ്ഞിനടച്ചാറും മീൻ ചുട്ടതുമാണ് നിങ്ങൾ കഴിച്ച ചെറുപ്പക്കാലം നിങ്ങൾ കഴിച്ചുവെങ്കിൽ ഇന്ന് നിങ്ങൾ അതല്ല കഴിക്കുന്നത്. എന്നാൽ ഇപ്പോഴത്തെ കാലത്ത് കഞ്ഞിനടച്ചാറും മീൻ ചുട്ടതും പപ്പട ചുട്ടതും കൊണ്ട് ജീവിക്കുന്ന ആൾക്കാരില്ല എന്നാണ് നിങ്ങൾ പറഞ്ഞത്. അതുണ്ടേ, അതുണ്ട്. അപ്പൊ അന്നത്തെ ആ കഷ്ടകാലം നിങ്ങളത് മാറി ഇന്ന് നിങ്ങൾ ഹൈ ലെവലിൽ ജീവിക്കുന്നു അല്ലെ. അപ്പോ എല്ലാവരും ഒരുപോലെ, എല്ലാവരെയും ഒരേപോലെ, എല്ലാവരും ഒരേ കാലത്തും ഒരേപോലെ അല്ല ജീവിക്കുക എന്നുള്ളതിനും തെളിവാണത്. നിങ്ങൾ ചെറുപ്പത്തിൽ നിങ്ങൾ കഷ്ടപ്പെട്ടതുപോലെയാണോ ഇപ്പൊ നിങ്ങൾ ജീവിക്കുന്നത്? അന്ന് നിങ്ങൾക്ക് ഒരു സൈക്കിൾ കിട്ടാൻ വേണ്ടി നിങ്ങൾ കരഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇന്ന് കാറിലാ പോകുന്നത് അല്ലെ. അല്ലെ, ആ ബാല്യകാലം ഓർത്ത് നോക്ക്. നിങ്ങൾ സൈക്കിളിന് വേണ്ടി അമ്മയോടും അച്ഛയോടും പൈസ ചോദിച്ച് കിട്ടാതെ നിങ്ങൾ കരഞ്ഞ ആ ഒരു കുട്ടിക്കാലം നിങ്ങൾ ഓർത്ത് നോക്ക്. ഇന്ന് നിങ്ങൾ ഇന്ന് പോകുന്നത് ഒന്നാം നമ്പർ കേരളത്തിൽ നിന്നല്ലേ ഇന്ത്യയിലെ ഏറ്റവും വില കൂടിയ കാറിലാണ് നിങ്ങൾ സഞ്ചരിക്കുന്നത് അല്ലെ. അപ്പൊ നിങ്ങൾ എത്ര കണ്ട് മാറി, നിങ്ങൾ ദൈവം എത്ര കണ്ട് മാറ്റി. അതാ പറഞ്ഞത്, നമ്മൾ മനുഷ്യരാണെങ്കിലും നമ്മൾ ദൈവം പല രൂപത്തിലും പല രീതിയിലും മാറ്റിമറിച്ചുകൊണ്ടേയിരിക്കും. അപ്പോ അയൽവാസി ഒരു ബെൻസ് കാർ എടുത്തിട്ടുണ്ടെങ്കിൽ എന്റെ പൊന്നാര കുട്ടിയെ അല്ലെങ്കിൽ പൊന്നാര ഏട്ടാ അല്ലെങ്കിൽ അനിയ, നീ ബെൻസ് കാർ എടുക്കാൻ നിൽക്കല്ലേ. അവന്റെ ബിസിനസിന്റെ ലാഭം കൊണ്ടായിരിക്കും എടുത്തിട്ടുണ്ടാവുക. നീ ആണെങ്കിലോ ഫുൾ കടം, ഫുൾ ലോൺ, വാഹന ലോൺ എടുത്തിട്ടായിരിക്കും നീ എടുക്കുക. അവന് കറക്റ്റ് അടച്ചു പോകും. നിന്നെ കൊണ്ട് അടച്ചു പോകാനും കഴിയില്ല, നിന്നെ കൊണ്ട് അത് കൊണ്ട് നടക്കാനും കഴിയില്ല. അങ്ങനത്തെ സിറ്റുവേഷനിൽ നീ നിൽക്കുമ്പോൾ നീ കടക്കാരനായി അവസാനം ദരിദ്രനിൽ നിന്ന് മൂക്കുകൂത്തി ഏറ്റവും വലിയ ദരിദ്രനായി നീ മാറും. അവനെ സംബന്ധിച്ചിടത്തോളം അവന് ദൈവം കൊടുത്ത അനുഗ്രഹത്തിൽ ആ അനുഗ്രഹത്തിൽ നിന്ന് അവൻ ജീവിക്കുമ്പോൾ നമുക്ക് കൃത്രിമമായിട്ട് അനുഗ്രഹം ഉണ്ട് എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ നമ്മൾ കാർ വാങ്ങി നമ്മൾ ജീവിക്കുമ്പോൾ അവനും ഞാനും വ്യത്യാസമുണ്ട് അല്ലെ. അപ്പൊ അതുകൊണ്ടാണ് എന്റെ പ്രിയ സഹോദരങ്ങളോട് പറയുന്നത്, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കാൻ നാം ഓരോരുത്തരും തയ്യാറാവണം. തയ്യാറായിട്ടില്ല എന്നുണ്ടെങ്കിൽ നഷ്ടം നമുക്ക് തന്നെയാണ്. നമ്മുടെ ജീവിതത്തില് നമുക്ക് തന്നെയാണ് നഷ്ടം വരുന്നത്, വേറെ ആർക്കും വരില്ല. നിന്റെ ലൈഫ് നിന്റേതാണ്, അത് മറ്റൊരാളുടേതല്ല. നീ നല്ല രീതിയിൽ ജീവിച്ചാൽ അത് നിനക്ക് നന്ന്. നീ ആഡംബരമായിട്ട് ജീവിച്ച് നീ കടം ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് നിനക്ക് തന്നെയാണ് ഭാരം. അവസാനം നീ കടക്കാരൻ നിന്റെ വീട്ടിൽ വന്ന് കരയുമ്പോ നീ ആത്മഹത്യ വക്കിലേക്ക് തള്ളിപ്പോവും അല്ലേ. അതല്ലേ അതിന്റെ സത്യം. അപ്പൊ മാക്സിമം നമ്മളെ കൺട്രോൾ ചെയ്ത് ജീവിക്കാൻ പഠിക്കണം. ഞാൻ മറ്റുള്ളവനെ പോലെ അല്ലെങ്കിൽ എനിക്ക് മറ്റൊരാളാവാൻ പറ്റില്ല. നിങ്ങൾക്ക് സുബൈർ ബാപ്പു ആവാൻ പറ്റില്ല, സുബൈർ ബാപ്പുവിന് നിങ്ങളാവാനും പറ്റില്ല. പറ്റോ? ഇല്ല. സുബൈർ ബാപ്പുവിന് ഏത് രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം ദൈവത്തിന് ഒരു കാഴ്ചപ്പാടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ ഏത് രീതിയിൽ പോകണം എന്നുള്ളത് അതും സൃഷ്ടാവിന് ഒരു കാഴ്ചപ്പാടുണ്ട്. അത് ഒരാൾക്ക് പകരം മറ്റൊരാളാവാൻ കഴിയില്ല. സുബൈർ ബാപ്പുവിന്റെ ആ കാഴ്ചപ്പാട് സുബൈർ ബാപ്പുവിന്റേത് മാത്രമാണ്. അതൊരിക്കലും നിങ്ങൾക്ക് കിട്ടില്ല. സുബൈർ ബാപ്പുവിന്റെ മനസ്സ് വായിക്കാൻ നിങ്ങൾക്ക് കൊണ്ട് കഴിയില്ല. ഈ പ്രപഞ്ചത്തില് ഒരാളുടെ മനസ്സ് വായിക്കാൻ മറ്റൊരാൾക്ക് കഴിഞ്ഞിട്ടില്ലാന്നേ. മനസ്സിലാവുണ്ടോ? അപ്പോ ഉള്ള മുതലിന് ഉള്ള പൈസക്കനുസരിച്ച് ജീവിക്കാം. നമ്മൾ നോർത്ത് ഇന്ത്യയിലൊക്കെ പോകുമ്പോൾ, നമ്മൾ അതർ സ്റ്റേറ്റിലും അതർ ജില്ലകളിലൊക്കെ പോകുമ്പോൾ ഞാൻ ഇപ്പോഴും കാണാറുണ്ട്. നമ്മുടെ തൃശ്ശൂരിലൊക്കെ ഞാൻ പോകുമ്പോൾ, ഇപ്പോൾ തൃശ്ശൂരൊക്കെ നമ്മുടെ സാംസ്കാരിക നഗരമാണ്, അത്യാവശ്യം നല്ല സമ്പന്നർ ജീവിക്കുന്ന ഒരു ജില്ലയാണ്. എന്നാൽ അവിടെ ഇപ്പോഴും സാധാരണ രീതിയിൽ സൈക്കിളിൽ പോകുന്ന ഒരുപാട് ആൾക്കാർ എനിക്ക് കാണാൻ സാധിച്ചു നമ്മുടെ തൃശ്ശൂരിൽ, അതുപോലെ മറ്റു പല ജില്ലകളിലും. എന്നാൽ മലപ്പുറത്തിന്റെ ചില ഭാഗങ്ങളിൽ ഇന്ന് സൈക്കിൾ കാണാനേ കഴിയില്ല. കോഴിക്കോടിന്റെ ചില ഭാഗങ്ങളിൽ സൈക്കിൾ കാണാനേ കഴിയില്ല. എന്തുകൊണ്ടാ? ഇവിടെയൊക്കെ സൈക്കിള് ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. ഒന്ന് സൈക്കിളിൽ പോവില്ല, രണ്ടാമത് മടി, മറ്റത് മൂന്നാമത് നമ്മൾ സൈക്കിൾ എടുക്കുകയാണെങ്കിൽ തന്നെ സുഹൃത്ത് കളിയാക്കിച്ചുകൊണ്ട് സൈക്കിൾ അവിടെ കൊണ്ടേക്കും നമ്മളെ കൊണ്ട് അല്ലെ. എന്താ ചെങ്ങായി നമുക്ക് നേരം വെളുത്തിട്ടില്ലേ, ഇപ്പോഴും സൈക്കിളിലാ പോണത് എന്ന് പറഞ്ഞ് അവനെ നമ്മളെ പരിഹസിച്ച് ആ സൈക്കിൾ എടുത്താൻ കരുതി നമ്മളെ അങ്ങോട്ട് തന്നെ റിട്ടേൺ പറഞ്ഞേക്കും അല്ലെ. അങ്ങനത്തെ ഒരു കാലഘട്ടത്തിൽ നമ്മൾ പോകുന്നത്. ഇനിയിപ്പോ നമ്മളതൊന്നുമല്ല, നമ്മുടെ നാട്ടിലൊക്കെ അൾട്ടോ 800, അതുപോലെ എന്താ പറയാ നമ്മുടെ നാനോ കാർ, ഇതൊക്കെ ഉണ്ട് അല്ലെ. വീട്ടിലും ഉണ്ടാവും പല ആൾക്കാരുടെ. ഈ നാനോ കാറിന് എന്തുകൊണ്ടാണ് ആൾക്കാർക്ക് ഇഷ്ടമില്ലാത്തത്? അതിന്റെ റേറ്റ് എല്ലാവർക്കും അറിയാം. 1 ലക്ഷം 1.5 ലക്ഷമാണ് ഇതിന്റെ റേറ്റ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അപ്പൊ എന്താണ് അവൻ നാനോല വന്ന് 1.5 ലക്ഷം റുപ്യന്റെ കാറേ
ഇങ്ങനെ ഒരു പുച്ഛത്തോടെ കാണുന്ന രീതിയിൽ ആൾക്കാർക്ക് നാനോ വേണ്ട. ഈ നാനോയിൽ സഞ്ചരിച്ചാലും ഈ അൾട്ടോയിൽ സഞ്ചരിച്ചാലും ഇന്നോവയിൽ സഞ്ചരിച്ചാലും എല്ലാത്തിനും 4 വീലാണ്, എല്ലാത്തിനും ഇതേ സ്ഥലത്ത് ഒരേ സമയത്ത് എത്തിച്ചെത്തും. ഇപ്പൊ ചിലപ്പോൾ അതിന്റെ പുള്ളിങ്ങിൽ വ്യത്യാസം ഉണ്ടായി, ചിലപ്പോൾ ഇവന് 10 മണിക്ക് എത്തുന്നത് മറ്റവൻ 9:15 എത്തും. എന്നാലും ലക്ഷ്യസ്ഥാനത്ത് എത്തും, നടക്കാതെ തന്നെ എത്തും. എന്നാൽ അത് നമ്മളെ ആൾക്കാർ, നമ്മളെ സുഹൃത്തുക്കള് നമ്മളെ പരിഹസിച്ചിട്ട് നമ്മൾ അത് എടുക്കാൻ അയക്കില്ല. ഇതല്ലേ സത്യം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ആ അൾട്ടേണോട് കൊടുക്കണം, നമുക്കത് ശരിയല്ല, നമ്മുടെ ആ ഒരു സ്റ്റാറ്റസിന് അത് യോജിച്ചതല്ല എന്ന് പറയും. എന്നിട്ട് ഇവൻ എന്ത് ചെയ്യാണ്? ഈ അൾട്ടോ 800 ആണെന്നുണ്ടെങ്കിൽ അത് 1 ലക്ഷം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ 50,000 ആണ് കിട്ടണമെങ്കിൽ ഈ 50,000 ഈ ഷോറൂമിലേക്ക് ഈ കാറോട് കൊണ്ടേ കൊടുക്കുകയാണ്. ബാക്കി 10 ലക്ഷം റുപ്യന്റെ കാർ എടുത്തിട്ട് 9,50,000 രൂപ കടാക്കിക്കൊണ്ട് പോരാണ് പുതിയ കാർ എടുത്തിട്ട്. എന്നിട്ട് ഇവനോട് ആരും ചോദിക്കടാ ലോൺ ഉണ്ടോ കാർമേ? ഈ ലോണൊന്നുമില്ല, റെഡി ക്യാഷ് എന്ന് പറയും. സത്യമാണോ സുബൈർ ബാബു പറഞ്ഞത്? നിങ്ങൾ അങ്ങനെ ആരെങ്കിലും ഉണ്ടോ ഈ കൂടുതൽ? ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒന്ന് കമന്റ് ചെയ്തിട്ടാണ്. ലാക്കൂല അല്ലേ? അപ്പൊ അതുവരെ 1 രൂപ പോലും കടമില്ലാത്ത അവൻ 50,000 രൂപന്റെ അല്ലെങ്കിൽ 1 ലക്ഷം രൂപന്റെ കാറിൽ പോകുമ്പോ അവന് കിട്ടുന്ന പൈസ മിച്ചപ്പെടുത്താൻ പറ്റിയിരുന്ന ഒരാള് പിന്നെ ഈ 50,000 രൂപ അല്ലെങ്കിൽ 1 ലക്ഷം രൂപന്റെ കാറ് ഷോറൂമിൽ കൊടുത്തിട്ട് ബാക്കി 10 ലക്ഷം രൂപന്റെ കാർ എടുത്ത് പോരുമ്പോ 9 ലക്ഷം രൂപ അടവിട്ട് പോരാണ്. ഈ 9 ലക്ഷം രൂപ അടവിടുമ്പോൾ ഇതിൽ 5 വർഷത്തിന് അവൻ അടക്കേണ്ട പൈസ ചുരുങ്ങിയത് 12 ലക്ഷം റുപ്യന്റെ മേലെ വരും. 2-3 ലക്ഷം റുപ്യ എന്തായാലും എവിടെയും തുടങ്ങാറ് പോകും. അപ്പൊ 9-3 12 ലക്ഷം റുപ്യ ഇവന്റെ കയ്യിൽ നിന്ന് പോവുക. അതുവരെ അവന് 1 രൂപ കടണ്ടായിരുന്നില്ല, ഓട്ടോമാറ്റിക് ഇവൻ കടക്കാരനായി മാറി. ഇത് ആർക്ക് വേണ്ടിയാണ് നീ കടക്കാരനായതാ? ഒന്ന് പറഞ്ഞ. നിനക്ക് വേണ്ടിയിട്ടാണോ? നിന്റെ സ്റ്റാറ്റസിനെ ചോദ്യം ചെയ്യുന്ന നിന്റെ ചങ്കുകൾക്ക് വേണ്ടിയിട്ടാണോ? നിന്റെ ചങ്കുകൾക്ക് വേണ്ടിയിട്ടല്ലേ? നിന്റെ ചങ്കുകളാണോ ഈ കടം വീട്ടുന്നത്? അതോ നീയോ? നീ വീട്ടണം അല്ലേ? പൊന്നാര കുട്ടികളെ, ഈ തലന്റെ മേലെ എന്തിനാണ് നമ്മളെ ഈ എന്താ പറയാ മൂർത്ത ഈ മുടി വെച്ചിട്ട് നിൽക്കാരോ? നമ്മളെ തല ഈ അതായത് നമ്മളെ തല എപ്പോഴും ഹീറ്റായിക്കൊണ്ടിരിക്കുക, ചിന്തിച്ചുകൊണ്ട് ഹീറ്റായിക്കൊണ്ടിരിക്കുക. അപ്പം ആ തലയ്ക്ക് മേലെന്ന് ചൂടും കൂടി വരുമ്പോൾ ഒന്നും കൂടി ചൂടാവും, ഹീറ്റാവും. അത് ഹീറ്റാവാതിരിക്കാനാണ് പുൽ പോലെ നമ്മൾ ഈ മുടി ഇങ്ങനെ ഇവിടെ വെച്ചിട്ടുള്ളത്. ആണോ അല്ലേ? അപ്പൊ എന്തിന് നിങ്ങൾ മറ്റുള്ളവന് വേണ്ടി ബലിയേടാകണം? ബലിയേടാവരുത്. അതാണ് സുബൈർ ബാബു പറയുന്നത്. നിന്റെ സമ്പത്ത് എത്രയാണോ അതുകൊണ്ട് തൃപ്തിപ്പെടും. നിങ്ങൾ ആലോചിച്ചോക്കടാ, ഞാൻ പറഞ്ഞൊരു കാര്യം, നിങ്ങൾ ഒറ്റ കാര്യം ആലോചിക്കും. നമ്മളെ ഇപ്പൊ ഈ ഒരു 10 ഞാൻ പറഞ്ഞ ഒരു 60 വയസ്സ് വരെയുള്ള ആൾക്കാരാണ് ജീവിതത്തിൽ എല്ലാം അനുഭവിച്ച ആൾക്കാർ അല്ലെ? ഇപ്പൊ അല്ലെങ്കിൽ ഇപ്പൊ ജീവിച്ചിരിക്കുന്ന കാരണവന്മാര് എല്ലാം നിങ്ങളെല്ലാം അനുഭവിച്ചു. കാരണം ചില 98 കാലത്തിൽ മൊബൈൽ ഫോൺ വന്നു. അങ്ങനെ മുതൽ നമ്മളെല്ലാ അനുഭവങ്ങളും ആഘോഷിച്ചു അല്ലെ? അപ്പൊ നമ്മൾ ലൈവായിട്ട് നിങ്ങൾ കാണുന്ന വിധത്തിലേക്ക് ഞാൻ പറയുന്നത് നിങ്ങൾ കാണണം. ലോകത്ത് ഓരോ മുക്കിൽ നിന്ന് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അല്ലെ? ഇതൊക്കെ കാണാനുള്ള സംവിധാനത്തൊക്കെ നമ്മളെ ലൈഫിലാണ് നമ്മൾ അനുഭവിച്ചത്. ഇതേ നമ്മൾ തന്നെയാണ് കുട്ടിക്കാലത്ത് പട്ടിണി കടന്നത് നമ്മൾ തന്നെയാണ് അല്ലെ? നമ്മൾ പട്ടിണി കടന്നത് നമ്മൾ തന്നെയാണ്. ഒരു ഡ്രസ്സ് എടുത്താൽ വേറെ ഡ്രസ്സ് നമുക്ക് തിരിച്ചിടാൻ വേറെ ഡ്രസ്സ് ഉണ്ടായിരുന്നില്ല. ഇന്ന് നിങ്ങളൊക്കെ വീട്ടില് 5, 6, 8, 10 ഡ്രസ്സ്. നിങ്ങളൊക്കെ വീട്ടിൽ ചെന്നിട്ടൊന്ന് കണക്ക് പോലും നിങ്ങൾക്ക് പലർക്കും അറിയില്ല. എത്ര ജോഡി ഡ്രസ്സ് ഉണ്ട് എന്നുള്ളത് നിങ്ങളൊന്ന് എണ്ണി നോക്കേണ്ടി വരും. നിങ്ങൾക്ക് ഒറ്റയടിക്ക് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ആർക്കെങ്കിലും എനിക്ക് ഇത്ര ജോഡി ഡ്രസ്സ് ഉണ്ട് എന്ന് പറയാൻ പറ്റുമോ? പലർക്കും കണക്കറിയില്ല. എത്ര ജോഡി ഷർട്ട് ഉണ്ട്, എത്ര സെറ്റ് തുണി എത്ര ഉണ്ട്, പുള്ളിത്തുണി എത്ര ഉണ്ട്, അതുപോലെ കള്ളിത്തുണി എത്ര ഉണ്ട്, പാന്റ് എത്ര ഉണ്ട്, ഷർട്ട് എത്ര ഉണ്ട്, എത്ര ഇപ്പൊ ഉപയോഗിക്കുന്നുണ്ട്, എത്ര ഞാൻ ഉപയോഗിക്കുന്നില്ല എന്നുള്ളതിന് വ്യക്തമായ കണക്ക് നിങ്ങൾക്ക് ആർക്കും അറിയില്ല. ഒരു ഫംഗ്ഷൻ വരുന്നു, ഷർട്ട് എടുക്കുന്നു, വീട്ടിൽ കൊണ്ടിടുന്നു. പിന്നെ ഒരു ഫംഗ്ഷൻ വരുന്നു, ഷർട്ട് എടുക്കുന്നു, വീട്ടിൽ കൊണ്ടിടുന്നു അല്ലെ? പല ഷർട്ടുകളും മൂലക്കെട്ടുകൊണ്ടിരിക്കുക നിങ്ങൾ. അത്ര രീതിയിൽ നമ്മൾ ഈ കുട്ടിക്കാലത്ത് ഒരു ഷർട്ടിന് വേണ്ടി നമ്മൾക്ക്, എന്റെയൊക്കെ കുട്ടിക്കാലത്ത് എനിക്ക് ഓർമ്മയുണ്ട്, ഒരു ചെറുപെരുന്നാൾക്ക് ഒരു ഷർട്ട് എടുത്തു കഴിഞ്ഞാൽ പിന്നെ അടുത്ത ചെറുപെരുന്നാൾക്ക് ഒരു ഷർട്ട് കിട്ടുള്ളൂ, അല്ലാതെ കിട്ടൂല. എന്നിട്ട് ചെറുപെരുന്നാക്കും വലിയ പെരുന്നാക്കും ആ ഷർട്ട് ഇട്ട് ജുമാക്ക് പള്ളിക്ക് പോകണം. വലിയ പെരുന്നാൾ കഴിഞ്ഞാൽ മാത്രമേ ഞങ്ങൾക്ക് ആ ഷർട്ട് കണ്ടിന്യൂ ചെയ്തിടാൻ പറ്റുള്ളൂ. ചെറുപെരുന്നാൾക്ക് ഷർട്ട് ഇട്ട് കഴിഞ്ഞാൽ പാത്തക്കും ഉമ്മ. എന്നിട്ട് അത് പിന്നെ പെട്ടിയുടെ പാത്തച്ചിട്ട് പിന്നെ വലിയ പെരുന്നാളിന്റെ തലേ ദിവസം എടുക്കുള്ളൂ. പിന്നെ അടുത്ത വർഷം ഫുള്ള് ചെറുപെരുന്നാൾ വരെ ആ ഡ്രസ്സ് ഇടണം. ഉടുത്തുണിക്ക് മറുതുണിയില്ലാതെ ജീവിച്ചവരാണ് നമ്മൾ പലരും. എന്നാൽ ഇന്ന് നമ്മൾ എങ്ങനെ ജീവിക്കുന്നത് ഒന്ന് ഓർത്ത് നോക്കുക നിങ്ങൾ. ഇന്ന് നമ്മൾ കട ആയാലും വേണ്ടില്ല, നമ്മൾ ആർമാദിക്കാണ്. ആർപ്പാടം, ഭക്ഷണത്തിൽ ആർപ്പാടം. മന്തി വേണം, ഒരു കല്യാണത്തിന് പോയി കഴിഞ്ഞാൽ സൽക്കാരത്തിന് പോയി ഒരു ചോറ് പോരാ, മന്തി വേണം, ബുഹാരി വേണം, ബിരിയാണി വേണം, നെയ്ച്ചോറ് വേണം, അതുപോലെ കടായി വേണം, മീൻ വേണം, പിന്നെ ബീഫ് വേണം, പിന്നെന്തൊക്കെ ഈ ദുനിയാവിൽ എന്തൊക്കെ കിട്ടുന്നതൊക്കെ ഇതൊക്കെ വാങ്ങുന്നത് പച്ചക്കടായിരിക്കും, ഫുള്ള് ലോണായിരിക്കും. അല്ലെങ്കിൽ പിന്നെ എന്താ പറയാ പലചരക്ക് കടയിൽ പറഞ്ഞിട്ടായിരിക്കും നിങ്ങൾ വാങ്ങുന്നത്. ആരോട് ക്ഷമ കാണിക്കാൻ, ആരുടെ മുന്നിൽ ഷൈൻ ചെയ്യാൻ, ആർക്ക് വേണ്ടി? ഈ ചോദ്യമാണ് സുബൈർ ബാബുവിനോട് ചോദിക്കുന്നത്. ഒന്ന് നിർത്തിക്കൂടെ ഈ ആഭാസങ്ങളും ഈ ആഡംബര ഭക്ഷണവും ആഡംബര വസ്ത്രവും ആഡംബര ലൈഫും? നിർത്താനായില്ലേ സമയം? ആയില്ലേ? ഇനി നിങ്ങൾക്ക് ആവില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നിങ്ങളുടെയൊക്കെ വീട് നിങ്ങൾ ശരിക്കും സുബൈർ ബാബു പറഞ്ഞൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കി. നിങ്ങളെ മർമ്മത്ത് കൊള്ളാൻ വേണ്ടി തന്നെ ഞാൻ ഈ പറയുന്നത്. 15,000 രൂപ 18,000 രൂപ തിരിച്ചടവിലാണ് നിങ്ങൾ പലരും, അല്ലെങ്കിൽ 20,000 രൂപ തിരിച്ചടവിലാണ് നിങ്ങൾ പലരും ലോൺ എടുത്തത് അല്ലെ? ഈ 18,000 ആണെങ്കിലും ഇനി 20,000 ആണെങ്കിലും ഇനി 15,000 ഓടിക്കോ, 15,000 ആണ് എങ്കിൽ പെർ ഡേ 500 രൂപ നിങ്ങൾ മാറ്റി വെക്കാൻ കഴിയാത്തവരാണോ നിങ്ങൾ? ആണോ?
ഒരു വീട്ടിൽ 2-3 ആൾക്കാർ ജോലിക്ക് പോകുന്നവരാ. നിങ്ങൾക്ക് എല്ലാവരും പാടെ കൂടിയിട്ട് 500 രൂപ പോലും മാറ്റിവെക്കാൻ കഴിയാത്തവരാണോ നിങ്ങൾ? 3 പേര്, അമ്മയും അച്ഛനും മോനും ജോലിക്ക് പോകുന്നവരാണ്. എന്നിട്ടും നിങ്ങളുടെ വീട് എന്തുകൊണ്ട് ജപ്തിയാകുന്നു? നിങ്ങൾ ചിന്തിക്ക്. എന്തുകൊണ്ട് ജപ്തിയാകുന്നു? എന്തുകൊണ്ട് നിങ്ങൾക്ക് ഒരു 15,000 രൂപ പെർ മന്ത് അടക്കാൻ കഴിയുന്നില്ല? ഒരു ദിവസത്തിന് 500 രൂപ മാറ്റി വെച്ചാൽ പോരെ? 3 പേര് ജോലി ചെയ്യുന്ന വീട്ടിൽ 500 രൂപ മാറ്റി വെക്കാൻ കഴിയില്ലാന്നോ? ആരോട് നിങ്ങൾ പറയുന്നത്? അതിന്റെ ഇടയിൽ നിങ്ങൾക്ക് വരുന്ന ആഡംബരങ്ങള്, അതിന്റെ ഇടയിൽ വരുന്ന ആഘോഷങ്ങള്, അത് നിങ്ങൾ മാക്സിമം തകർക്കുകയാണ്. ഓരോ ഫംഗ്ഷൻ നിങ്ങൾ ആഘോഷിക്കുകയാണ്. കുട്ടികളുടെ 40-ന് സ്വർണം കെട്ടുന്ന ഒരു ചടങ്ങ്, നൂല് കെട്ടുന്ന ഒരു ചടങ്ങിന്റെ അന്ന് എല്ലാവരും ഒരു മോതിരം കൊടുക്കുമ്പോ, ഒരാൾ 1 ഗ്രാമിന്റെ ഒരു മോതിരം കൊടുക്കുമ്പോ നീ 1 പവൻ കൊടുക്കുക. അതും നീ 1 പവൻ കൊടുക്കുന്നത് എന്തിനാരോ? മറ്റുള്ളവരുടെ മുന്നിൽ അവൻ 1 പവൻ തന്നു എന്നൊരു പേരിന്. പക്ഷേടാ നീ പച്ച കടം വാങ്ങിയിട്ട് ജ്വല്ലറിയിൽ പോലും കടം വാങ്ങിയിട്ടാണ് നീ കൊടുക്കുന്നത്, അല്ലേ? അല്ലേടാ? ഇത് സുബൈർ ബാപ്പു പറഞ്ഞത് എന്തുകൊണ്ടാണ് നിങ്ങള്? 100 കണക്കിന് കോളുകൾ ഓരോ ദിവസം വേദനകൾ പറഞ്ഞിട്ടും പ്രശ്നങ്ങളും പറഞ്ഞിട്ടുള്ള കോളുകൾ. പലരോടും ഞാൻ ഈ ചോദ്യം അങ്ങോട്ട് ചോദിക്കാറുണ്ട്. ദേഷ്യം വരുമ്പോൾ സ്നേഹത്തോടെ പറഞ്ഞ് ഞാൻ മനസ്സിലാക്കി കൊടുക്കാറുണ്ട്. സത്യത്തിൽ നിങ്ങളൊക്കെ എങ്ങനെ കടക്കാരനായി? നിങ്ങൾ അച്ഛൻ എന്താ ജോലി? നിങ്ങൾ മോൻ എന്താ ജോലി? 2 മക്കൾ ഗൾഫിൽ, കേട്ടോ, 2 മക്കൾ ഗൾഫിൽ. അച്ഛന് നാട്ടിൽ കൂലിപ്പണിയാണ് അത്രേ, മക്കൾ ഗൾഫിൽ 2 ആള്. അമ്മ ഇടയ്ക്ക് തൊഴിലുറപ്പിന് പോകുന്നതാണ്. അങ്ങനത്തെ വീട് ജപ്തി എങ്ങനെ സംഭവിക്കും? ഏറ്റവും ചുരുങ്ങിയത് ഞാൻ പറയാം, 25,000 രൂപ ഏറ്റവും ചുരുങ്ങിയത് ഗൾഫുകാർക്ക് ശമ്പളം ഉണ്ട്. അതിൽ കുറഞ്ഞ ശമ്പളക്കാർ എനിക്കറിയില്ല. പിന്നെ ഓവർ ടൈമും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ 30-40 ഉണ്ടാക്കാം. പിന്നെ ഗൾഫ് പോയിട്ട് ഉറങ്ങുന്ന ആൾക്കാർക്ക് ഓരോട് പറഞ്ഞിട്ട് കാര്യമല്ല. ഗൾഫിൽ പോകുന്നതേ ഉറങ്ങാനല്ല, അധ്വാനിക്കണം, ഓവർ ടൈം ചെയ്യണം, വണ്ടി കഴിക്കാൻ കിട്ടുമെങ്കിൽ അത് ചെയ്യണം. ചില ആൾക്കാർ ബംഗാളികളെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവർ ജോലി ചെയ്യും, പാർട്ട് ടൈമിൽ അവർ പ്ലാസ്റ്റിക്കിന്റെ ബോട്ടിലും കാര്യങ്ങളും എടുത്ത് വിറ്റിട്ട് പഴയത് സാധനങ്ങൾ കൊണ്ടേ കൊടുക്കും. അവർ പൈസക്കാരാ, അവർ കോടീശ്വരന്മാരാ. എന്നിട്ട് 2 മകൻ ഗൾഫില്, അച്ഛന് നാട്ടിൽ കൂലിപ്പണി, അമ്മയ്ക്കും ജോലി. ആ വീട് ചെയ്യാൻ സുബൈർ ബാപ്പുവിനെ വിളിച്ചിരുന്നു. ഞാൻ ചോദിച്ചു അവിടെ ചെന്നിട്ട്, എന്തുകൊണ്ട് നിങ്ങൾക്ക് പ്ലാൻ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല? ഞാൻ വിൽക്കണ്ടെന്ന് പറഞ്ഞാൽ ഒരു വിധം കഴിയെങ്കിൽ ഞാൻ ആരോട് വീട് വിൽക്കരുതെന്നാ പറഞ്ഞത്. കാരണം നമ്മുടെ സ്വപ്ന ഭവനമാണ്. ഈ 2 മക്കളും കല്യാണം കഴിച്ചിട്ടില്ല. ഈ 2 മക്കൾക്കും ഗൾഫിൽ ജോലി. ഞാൻ പറഞ്ഞു, ഇതുപോലൊരു വീട് ഇനി നിങ്ങൾക്ക് പെട്ടെന്ന് ഇതേ റേറ്റിന് കിട്ടൂല. നമ്മളൊരു 50 ലക്ഷം റുപ്യന്റെ വീട് ഇപ്പൊ 35 ലക്ഷത്തിന് ആൾക്കാർ കൊടുക്കുന്നത്. ബാങ്കിലാകെ 15 ലക്ഷം ലോൺ ഉണ്ടാവുള്ളൂ. ഈ 35 കൊടുത്താൽ പിന്നെ 20 ലക്ഷം റുപ്യക്ക് പിന്നെ വീടും വേണം, സ്ഥലം വേണം. 2 മട നടക്കുമോ? പിന്നെ അവർ ലോൺ എടുക്കണ്ടേ? അതിനെക്കാട്ടും നല്ല വിൽക്കാതിരിക്കല്ലേ? പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാറുണ്ട് എന്റെ ഭാഷയിൽ എനിക്ക് കൊണ്ട് കഴിയുന്ന രീതിയിൽ. പക്ഷെ നമുക്ക് പ്ലാനിങ് ഇല്ല. നമുക്കത് മാത്രം പോരാ. നമ്മളൊരു കടക്കാരനാണ്, നമ്മൾ ബാങ്കിന്റെ ജോലിക്കാരനാണ് എന്ന് ഒരു ലോൺ എടുത്ത വ്യക്തി അവന്റെ ബ്രെയിനിൽ കയറ്റി വെച്ചോളാം. ഞാനൊരു ബാങ്ക് ജീവനക്കാരനാണ്. ജീവനക്കാരൻ ശമ്പളം വാങ്ങുന്ന ജീവനക്കാരനല്ല, ബാങ്കിന് പൈസ ഉണ്ടാക്കി കൊടുക്കുന്ന ജോലിക്കാരൻ എന്നാണ് സുബൈർ ബാപ്പു ഉദ്ദേശിച്ചത്. അത് നിങ്ങൾ മനസ്സിലാക്കുക. അങ്ങനെ നിങ്ങൾ ബാങ്കിൽ നിന്ന് 15 ലക്ഷം 20 ലക്ഷം ലോൺ എടുത്താൽ അവന് റെസ്റ്റ് ഇല്ല, അവന് ഉറപ്പ് വരാൻ പാടില്ല. അവന് ഓർത്തുകൊണ്ടേയിരിക്കണം, എങ്ങനെ ഞാൻ ആ കടം വീട്ടും, ഞാൻ എന്ത് ജോലിക്ക് പോകും, എന്ത് ജോലി ചെയ്താലും എന്റെ കടം വീടാ എന്ന് ചിന്തിക്കണടാ. അങ്ങനെ ചിന്തിച്ച് നീ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ വീട് നിന്നിൽ നിന്ന് നഷ്ടമാവില്ല. അതല്ലെങ്കിൽ നിനക്ക് പോകും, നിന്റെ മക്കൾക്കും പോകും. നീ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ആ സ്വപ്ന ഭവനം പോകുന്ന ആ ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക്. ജസ്റ്റ് ഒന്നിങ്ങനെ ആലോചിച്ച് നോക്ക്. നിന്റെ കഷ്ടപ്പെട്ട വീട്, ഞാൻ എത്രമാനം കഷ്ടപ്പെട്ട് എന്റെ മക്കള് നനച്ചുണ്ടാക്കി, ഞാൻ നനച്ചുണ്ടാക്കി, ഈ വീട്ടിൽ നിന്ന് ഇറങ്ങുക എന്ന് പറഞ്ഞാൽ എന്നെ കൊല്ലുന്നതിന് സമാണ് എന്നൊക്കെ പറയാറുണ്ടല്ലേ? അതിനെക്കാട്ടും നല്ല ആത്മഹത്യ ചെയ്യലാണ് എന്നൊക്കെ പറയാറുണ്ടല്ലേ? എടോ, എനിക്ക് ജോലി വേണമെന്ന് പറഞ്ഞിട്ടേ ഞാൻ എന്റെ വീട്ടിലിരുന്ന നിനക്കാരും ജോലി കൊടുത്തിരില്ല. നമ്മുടെ തമിഴ്നാട് സൂപ്പർ സ്റ്റാർ രജനീകാന്തിന്റെ ഒരു ഡയലോഗ് ഉണ്ട് പടയപ്പ സിനിമയില്. കാരണം ഞാൻ ഈ സിനിമകളിൽ നല്ലതും ചീത്തയും വരും. നല്ലത് വരുമ്പോൾ ഞാൻ ക്യാച്ച് ചെയ്യുന്ന ഒരാളാണ്. അത് ഞാൻ പിടിച്ചെടുക്കും, എന്നിട്ട് ഞാൻ ഇവിടെ അങ്ങോട്ട് സൂക്ഷിക്കും. എന്താണ് അതിനകത്ത് ഡയലോഗ് അറിയാം? വേലയ്ക്ക് തേടി പോണം, കാതൽ എന്നെ തേടി വരണം. മനസ്സിലായോ? വേലയ്ക്ക് നീ തേടി പോണം, കാതൽ എന്നെ തേടി വരണം. അപ്പന്താടാ നീ പുരുഷൻ. മനസ്സിലായോ? ജോലിക്ക് നിങ്ങൾ തെരഞ്ഞു പോണം. ജോലി ഉണ്ടോ എന്ന് ചോദിച്ച് നിങ്ങൾ തേടി പോണം. ജോലിയെ അന്വേഷിച്ചു പോണം, ജോലിയെ കണ്ടെത്തണം. കാതൽ, പ്രേമം, അത് ഉന്നെ തേടി വരണം. ഒരു പെണ്ണ് നിന്റെ ആ ഒരു പവറും നിന്റെ സാമ്പത്തികവും നിന്റെ ആൻസും എല്ലാം കണ്ടിട്ട് നിന്റെ പിന്നാലെ പെണ്ണ് ചുറ്റി വരണം. കൊള്ളാലോ, ആള് സൂപ്പറാണല്ലോ, നല്ല സമ്പത്തുണ്ട്, നല്ല അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, വരുമാനമുണ്ട് എന്ന് പറഞ്ഞിട്ട് ആ പെണ്ണ് നിന്നെ ചുറ്റി വരണം. അപ്പടാ നീ പുരുഷൻ എന്ന് പറഞ്ഞത്. നമ്മൾ നേരെ തിരിച്ചാണ് അല്ലെ? പ്രേമിക്കാൻ നമ്മളൊരു പെണ്ണിനെ എങ്ങനെ അവളെ വളക്കണം, അതിനുള്ള ഗവേഷണം നമ്മൾ മാക്സിമം നടത്തിക്കൊണ്ടിരിക്കും അല്ലെ? പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കാലത്ത് എങ്ങനെയും ഓളൊന്ന് വളക്കണം. ഓളെ നമുക്ക് കിട്ടണം, എനിക്ക് അത്ര ഇഷ്ടം. എടി നീ ഇല്ലെങ്കിൽ എനിക്ക് ഉറക്ക് വരില്ല, നീ ഇല്ലെങ്കിൽ എനിക്ക് നിന്നെ സ്വപ്നത്തിൽ കാണാണ്, അങ്ങട്ടാണ്, ആനയാണ്, ചേനയാണ്, തേങ്ങ പുണ്ണാക്കാണ്. അങ്ങനെ സംഗതിയല്ല.
എന്നാൽ ബുദ്ധിയില്ല പെൺകുട്ടികളാണെങ്കിൽ ചോദിക്കും, എല്ലാം ചോദിച്ചറിയും. നീ എന്താ ജോലി, നീ എന്ത് ചെയ്യുന്നു, നിന്റെ വരുമാനം എന്ത്, നിന്റെ കൂടെ ഞാൻ ഇറങ്ങി വന്നാൽ നാളെ എന്തെങ്കിലും തൊഴിലുറപ്പിനോ മറ്റോ എന്നെ നീ വിടുമോ, അങ്ങനത്തെ സിറ്റുവേഷൻ ആണോ നിന്റെ ബാക്ക്ഗ്രൗണ്ട് എന്താന്ന് നോക്കും. നല്ല ബ്രെയിനിലെ കുട്ടികളാണെങ്കിൽ. അല്ലെങ്കിൽ അവന്റെ പഞ്ചാര വാക്കിൽ വീണിട്ട് പിന്നെ ഏതെങ്കിലും ഓടയിലോ ഏതെങ്കിലും പാറക്കോറിയിലോ അവൻ അഭയം പ്രാപിക്കുകയും ചെയ്യും അവൾ. അല്ലേ? ഇതൊക്കെ നമ്മൾ കാണുന്ന കാഴ്ചയാ. അതിനാണ് പറഞ്ഞത്, വേലയ്ക്ക് തേടി പോകണം, കാതലോനെ തേടി വരണം. നിങ്ങൾക്ക് അങ്ങനെ ആർക്കെങ്കിലും അനുഭവം ഉണ്ടായിട്ടുണ്ടോ? നിങ്ങൾ ജോലിക്ക് നിരന്തരം പോയി എനിക്ക് ജോലി വേണം, ജോലി വേണം, ജോലി വേണം, ബിസിനസ് ആയാലും ജോലി ആയാലും നിങ്ങൾ കണ്ടുപിടിക്കുക. അതിൽ നിങ്ങൾ സംതൃപ്തി അണയണം കിട്ടുന്ന ജോലിയിൽ. എന്നിട്ട് നിന്റെ ആത്മാർത്ഥതയും നിന്റെ ആ സമ്പത്തുണ്ടാക്കുന്ന ആ ഒരു പ്രവർത്തനം കണ്ടിട്ട് ഒരു പെണ്ണ് നിന്നെ പ്രേമിക്കണം. നീ അങ്ങോട്ട് പ്രേമിക്കരുത്. ഒരു പെണ്ണ് നിന്നോട് ഐ ലവ് യു എന്ന് പറയണടാ. അതാടാ ആൺകുട്ടികളെ കഴിവ്. അതുണ്ടാവാറില്ല അല്ലേ? ആൺകുട്ടികൾ അങ്ങോട്ടാണല്ലോ ഐ ലവ് യു അറിയാം അല്ലേ ആദ്യം. അതാവരുത്. പുതിയ തലമുറയോടാണ് എനിക്ക് പറയാനുള്ളത്. അങ്ങനെ ആവരുത്. ഒരു പെണ്ണ് നിന്റെ വർക്ക് കണ്ടിട്ടും നിന്റെ കഴിവ് കണ്ടിട്ടും നിന്റെ ആ തന്റെ ഇടം കണ്ടിട്ടും നിന്റെ ആത്മാർത്ഥത കണ്ടിട്ടും നിന്റെ മാതാപിതാക്കളെ നീ സംരക്ഷിക്കുന്ന അതെല്ലാം കണ്ടിട്ട് നിന്നെ എനിക്ക് ഇഷ്ടമാണ് എന്ന് പറയാൻ നീ പ്രാപ്തനാവുന്നത് എന്നാണോ അന്നാണ് നീ ആമ്പളെ, അന്നാണ് നീ യഥാർത്ഥ ആൺകുട്ടി. അതല്ലാതെ നിന്റെ സമയവും സമ്പത്തും എല്ലാം ഒരു പെണ്ണിന് വേണ്ടി ചിലവാക്കിയിട്ട് അവളെ ട്യൂഷൻ പഠിപ്പിക്കുന്നു, അവളെ പിന്നെ ബൈക്കിൽ കൊണ്ടുപോകുന്നു, ടൂറ് കൊണ്ടുപോകുന്നു, അങ്ങോട്ട് പോകുന്നു, ഇങ്ങോട്ട് പോകുന്നു. ഓ, നിന്റെ കാര്യം കഴിഞ്ഞാൽ കറിവേപ്പിലെ പോലെ നീ തള്ളും ചെയ്യും അല്ലേ? ഈ അടുത്ത് ഒരു കല്യാണം കഴിഞ്ഞ് നിങ്ങൾ കണ്ടില്ലേ? പെണ്ണ് കറുത്തിട്ടാണെന്ന് പറഞ്ഞിട്ട് ആണിന് വേണ്ട, അവൾ ആത്മഹത്യ ചെയ്ത കുട്ടി. അങ്ങനെയൊക്കെ സംഭവിക്കും മക്കളെ. പെൺകുട്ടികളെ നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾ ഈ പറയുന്ന ഈ ആമ്പിള വർഗം, ഞാനൊക്കെ ആമ്പിളയാണ്, അതുകൊണ്ട് തന്നെ പറയണത്, ആമ്പിള വർഗം പറയണത് 100% കണ്ണടച്ചുകൊണ്ട് വിശ്വസിക്കരുത്. അവരുടെ ബാക്ക്ഗ്രൗണ്ട് മനസ്സിലാക്കുക. ഇവൻ ആരാണ്, ഇവൻ ആരെ കുട്ടിയാണ്, ഇവന്റെ ജീവിതം എങ്ങനെയാണ്, ഇവന് വാപ്പയും ഉമ്മയുണ്ടോ, അച്ഛനും അമ്മയുണ്ടോ, ഇവൻ എന്ത് ചെയ്യുന്നു, ഇവന്റെ സമ്പത്ത് എങ്ങനെയാണ്, ഇവൻ എന്നെ വിവാഹം ചെയ്ത് കഴിഞ്ഞാൽ ഇവന് എന്നെയും എന്റെ മക്കളെയും എനിക്ക് ജനിക്കാൻ പോകുന്ന മക്കളെയും നോക്കാനുള്ള പ്രാപ്തി ഇവനുണ്ടോ എന്ന് നിങ്ങൾ പെൺമക്കളെ നിങ്ങൾ ചിന്തിക്കണം. പഞ്ചാര വാക്കിൽ, ആൺകുട്ടികളെ പഞ്ചാര വാക്കിൽ നിങ്ങൾ വീഴരുത്. നിങ്ങളുടെ ലൈഫ് അതൊന്നേ ഉള്ളൂ. പെൺകുട്ടികളുടെ ശരീരം എന്നുള്ളത് ഈ കോഴിമുട്ട പോലെയാണ്. കാണാൻ നല്ല ഭംഗിയാ. കോഴിമുട്ട കാണുമ്പോൾ എന്താ ഭംഗി, എന്നാൽ അത് താഴെ വീണ് കഴിഞ്ഞാൽ ഒരിക്കലും അത് ജോയിൻ ചെയ്യാൻ പറ്റില്ല, നമ്മൾക്കൊണ്ട് കഴിയില്ല. അതേ ആകൃതിയിലായി കിട്ടൂല. അതുപോലെയാണ് നിങ്ങളുടെ ശരീരവും നിങ്ങളുടെ മനസ്സും അങ്ങനെയാണോ. കാരണം നിങ്ങളുടെ സ്വന്തം ഭർത്താവിനെ അല്ലാതെ ഞാൻ സ്നേഹിക്കില്ല എന്നുള്ളത് നിങ്ങൾ ആ തീരുമാനം എടുക്കാൻ തയ്യാറാവണം. ഓരോ പെൺകുട്ടികളും ഞാൻ സ്നേഹിക്കുകയാണെങ്കിൽ, ഞാൻ പ്രണയിക്കുകയാണെങ്കിൽ, ഞാൻ എന്റെ ഭാര്യയെ മാത്രമേ പ്രണയിക്കൂ എന്നുള്ളത്, അല്ലെങ്കിൽ ഭാര്യയാകാൻ പോകുന്ന പെണ്ണിനെ 100% അവൾ എനിക്ക് ഭാര്യയാകുമെന്ന് ഉറപ്പുള്ള പെണ്ണിനെ ഞാൻ പ്രണയിക്കൂ എന്നുള്ളത് ഓരോ ആൺകുട്ടികളും തീരുമാനം എടുക്കുക. അങ്ങനെ എടുത്ത് എന്ത് സന്തോഷമായിരിക്കും ജീവിതം. ഇപ്പൊ അതൊന്നും അല്ലല്ലോ അല്ലേ? ഇപ്പൊ എന്തൊക്കെയോ പല പല പേരിലാണ് പ്രണയങ്ങൾ. സന്തോഷമായിട്ട് ജീവിക്കണം. ചീത്ത പേരുണ്ടാക്കി കഴിഞ്ഞാൽ അത് കിട്ടൂല. ഒരൊറ്റ പ്രാവശ്യം നിങ്ങളുടെ ആണിന്റെ ആയാലും പെണ്ണിന്റെ ആയാലും ചീത്ത പേര് വന്നു കഴിഞ്ഞാൽ കഴിഞ്ഞു. അത് അവിടെ റീമാർക്ക് തന്നെയാ. ഈ കാണുന്ന വൈറ്റ് ഷർട്ടില്ലേ, നോക്കൂ, നിങ്ങളെ കാഴ്ചയിൽ വൈറ്റ് ഷർട്ടല്ലേ, ഇവിടെ മാത്രം ഒരു കറുത്ത പുള്ളിനെങ്കിൽ നിങ്ങളെ കണ്ണിൽ ആ കറുത്ത പുള്ളി കാണുള്ളൂ. ആണോ അല്ലേ? സുബൈർ ബാപ്പു പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ മക്കളെ? ഉണ്ടെങ്കിൽ അത് കമന്റിൽ നിങ്ങൾ പറഞ്ഞോളൂ, തിരുത്താം. ഞാൻ തിരുത്താനും തയ്യാറാണ്, സോറി പറയാനും തയ്യാറാണ്. ഈ വൈറ്റ് ഷർട്ടില് ഇവിടെ എവിടെയെങ്കിലും ഒരു ബ്ലാക്ക് പുള്ളി, ഒരു കുത്തുണ്ടായി കഴിഞ്ഞാൽ ഈ വൈറ്റ് നിങ്ങൾ അവിടെ മറക്കും. സുബൈർ ബാപ്പുന്റെ ഷർട്ടിൽ ഒരു കറുത്ത പുള്ളി, എന്താ അവിടെ കറുത്ത പുള്ളി, അത് നിങ്ങൾ ചോദിക്കുള്ളൂ. അത് മാത്രമേ നിങ്ങൾ കാണുള്ളൂ. എന്തേ ഈ 99.9% നിൽക്കുന്ന ഈ വൈറ്റ് ഷർട്ടിനോട് പ്രാധാന്യമില്ല, ആ ബ്ലാക്ക് പുള്ളിക്കോടെ പ്രാധാന്യമുള്ളൂ. അതുപോലെയാണ് റീമാർക്ക് വന്നു കഴിഞ്ഞാൽ അതങ്ങനെ പൊളിച്ച് തേക്കിക്കൊണ്ടേയിരിക്കും. നമുക്ക് ഇഷ്ടപ്പെടാത്ത ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ റിട്ടേൺ അടിക്കൂല, അതേപോലെ റിട്ടേൺ അടിച്ചിട്ടേ ഇരിക്കും, മരണം വരെ റിട്ടേൺ അടിച്ചിട്ടേ ഇരിക്കും. അപ്പൊ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, എന്റെ ഈ ശബ്ദം ശ്രവിക്കുന്ന ഓരോരുത്തരോടും പറയാനുള്ളത്, ലൈഫ് നമ്മുടേതാണ്, ജീവിതം നമ്മുടേതാണ്. എങ്ങനെ ജീവിക്കണം, ഏത് രീതിയിൽ മുന്നോട്ട് പോകണം എന്ന് നമ്മൾ ചിന്തിക്കാം. മറ്റുള്ളവർക്ക് നമ്മുടെ ലൈഫ് വിട്ടുകൊടുക്കരുത്. നമ്മുടെ ലൈഫ് ആണിന്റേതായാലും പെണ്ണിന്റേതായാലും വിട്ടുകൊടുക്കരുത്. മനസ്സിലുണ്ടോ? ഇപ്പൊ എന്റെ ഒരു കുട്ടിക്കാലം പറയുകയാണെങ്കിൽ, നമ്മളൊക്കെ ഈ പ്രണയം കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മളൊക്കെ വരുന്നത്. ഈ ശൈശവം, കൗമാരം, യൗവനം, ഇതൊക്കെ നമുക്ക് ഘട്ടം കഴിഞ്ഞു. ഇനിയിപ്പോ നമ്മളൊക്കെ വാർദ്ധക്യത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ? എന്റെ ഏജിലുള്ള ആൾക്കാരൊക്കെ വാർദ്ധക്യത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ശൈശവം കഴിഞ്ഞു, കൗമാരം കഴിഞ്ഞു, യൗവനം കഴിഞ്ഞു അല്ലെ? ഇപ്പൊ നമ്മള് വാർദ്ധക്യത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതായത് രാവിലെ കഴിഞ്ഞു, 10 മണി കഴിഞ്ഞു, ഉച്ചയും കഴിഞ്ഞു, അസറും കഴിഞ്ഞു, മഗ്രിബിലേക്ക് പോവാണ്. സായം സന്ധ്യയിലേക്ക് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോ നമ്മൾ പലതും ചിന്തിക്കണം.
അത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ചിന്തിക്കാനുള്ള കഴിവുണ്ട്. മുമ്പ് ഞാൻ ബാംഗ്ലൂരിലേക്ക് പോകുന്ന സമയത്ത് എന്റെ 18ാമത്തെ വയസ്സിലാണ് ഞാൻ ബാംഗ്ലൂരിലേക്ക് പോകുന്നത്. അന്ന് എന്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ടായിരുന്നു. ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ എന്റെ പ്രായക്കാരനല്ല. എനിക്ക് അന്ന് 18 വയസ്സാണെങ്കിൽ അദ്ദേഹത്തിന് ഏകദേശം 40 വയസ്സുണ്ടാവും ആ കാലഘട്ടത്തിൽ. ഇപ്പൊ എന്റെ പ്രായത്തിലാണ് ചെറിയ കുട്ടി എന്നോട് വന്നിങ്ങനെ ചോദിക്കുക, ഇക്ക ഞാൻ പോവാട്ടോ, പിന്നെ പ്രാർത്ഥിക്കണം കേട്ടോ എന്നൊക്കെ നമ്മൾ സ്നേഹമുള്ള ആൾക്കാരോടൊക്കെ നമ്മൾ ചെന്ന് പറയുമല്ലോ, യാത്ര ചോദിക്കുമല്ലോ. അങ്ങനെ യാത്ര ചോദിക്കാൻ പോയ സമയത്ത് എന്നോട് എന്റെ ഒരു സുഹൃത്ത്, ഈ പ്രായമായ ഏകദേശം 40 വയസ്സുള്ള ആ ആൾ എന്നോട് ഒരു കാര്യം പറഞ്ഞു. നിനക്ക് എത്ര വയസ്സ് വെച്ചിനോട്? ഞാൻ പറഞ്ഞു 18 വയസ്സ്. മോനെ ഒരു കാര്യം പറഞ്ഞാൽ നീ അനുസരിക്കും വെച്ചിനോട്. അങ്ങനെയാണെങ്കിൽ നീ പോയിക്കോ, അങ്ങനെ പോവുകയാണെങ്കിൽ എന്റെ എല്ലാവിധ അനുഗ്രഹം നിനക്ക് ഉണ്ടാവുമെന്ന് പറഞ്ഞു. അത് ഞാൻ പറഞ്ഞു, പറഞ്ഞോളൂ എന്താണ് ഞാൻ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, മോനെ നിന്റെ ഈ പ്രായം ഉണ്ടല്ലോ, നീ ഒന്നാമത് പോകുന്നത് നീ ബോംബെ മെട്രോ നഗരത്തിലേക്ക്, ബാംഗ്ലൂരിലേക്കാണ് പോകുന്നത്. ബാംഗ്ലൂരിലേക്കാണ് നീ പോകുന്നത്, അതും മെട്രോ നഗരമാണ്. അത്രയും നിന്നെ നിയന്ത്രിക്കാൻ നീ മാത്രമേ ഉള്ളൂ. നിന്റെ ജീവിതം എങ്ങനെ വേണമെങ്കിലും നിന്നെ കൊണ്ടുപോകാം. ഇവിടേക്കാണെങ്കിൽ നിങ്ങൾ നാട്ടുകാരും സുഹൃത്തുക്കളും എല്ലാവരും ഉണ്ട്. നീ ബാംഗ്ലൂരിലേക്ക് പോകുമ്പോൾ നിന്നെ ശ്രദ്ധിക്കാനും നിന്നെ നിയന്ത്രിക്കാനും ആരുമില്ല. അങ്ങനത്തെ സ്ഥലത്തേക്കാണ് നീ പോകുന്നത്. ഒരു ഉറപ്പ് നീ എനിക്ക് തരുമെങ്കിൽ വളരെ സന്തോഷം, അല്ലെങ്കിൽ നിനക്ക് പോവാം. ആ ഉറപ്പ് തരികയാണെങ്കിൽ എന്റെ എല്ലാ പ്രാർത്ഥനയും ആശീർവാദം നിനക്ക് ഉണ്ടാവും എന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ എപ്പോഴും നമുക്ക് ജ്യേഷ്ഠ സഹോദരന്മാരുടെ അനുഗ്രഹ ആശീർവാദത്തിന് നമ്മൾ കെഞ്ചുന്നവരാണ് അല്ലേ, എല്ലാവരും മറ്റേ ഞാൻ. അപ്പൊ ഈ നിങ്ങൾ പറയും എന്താ ഞാൻ ചെയ്യേണ്ടതെന്ന് വെച്ചു. മോനെ നീ ഇപ്പൊ വീഡിയോയിൽ ചോദിച്ചിട്ടുണ്ട്. ഇല്ല, വീഡിയോ ഞാൻ വലിക്കാറില്ല. കള്ളു കുടിക്കാറുണ്ടോ ചോദിച്ചു. ഇല്ല എന്ന് പറഞ്ഞു. തുടർന്നും നിനക്കത് നിലനിർത്താൻ കഴിയുമെന്ന് വെച്ചു. എങ്ങനെ നിലനിർത്തേണ്ടി ചോദിച്ചു. അതായത് കള്ളു കുടിക്കാതെ, ബീഡി വലിക്കാതെ, ലഹരിക്ക് അടിമപ്പെടാതെ ഇവിടുന്ന് അങ്ങോട്ടുള്ള ഒരു 7 വർഷം നിനക്ക് നിയന്ത്രിക്കാൻ കഴിയുമെന്ന് വെച്ചിനോട്. 7 വർഷം എന്ന് പറഞ്ഞാൽ എന്റെ 18 വയസ്സ് വരെ ഞാൻ ഒന്നും ചെയ്തിട്ടില്ലല്ലോ. 18 വയസ്സ് മുതൽ 25 വയസ്സ് വരെയുള്ള കാലഘട്ടം ഞാൻ നിന്നോട് 7 വർഷം, നിന്റെ ലൈഫിലെ 7 വർഷം നീ എനിക്ക് വേണ്ടി മാറ്റി വെക്കുമെന്ന് വെച്ചിനോട്. എന്നാൽ നിന്നെ പിന്നെ ആർക്കും തെറ്റിലേക്ക് തള്ളാൻ കഴിയില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞാൽ ഞാൻ ചെയ്തോളാം. കള്ളു കുടിക്കരുത്, ഇല്ല കുടിക്കൂല. വീട് വലിക്കരുത്, വലിക്കൂല. കഞ്ചാവിന് അടിമപ്പെടരുത്, ഓക്കെ കഞ്ചാവിന് അടിമപ്പെടില്ല. അങ്ങനെ അദ്ദേഹത്തിന് കൊടുത്ത ആ വാക്കുമായിട്ട് ഞാൻ ബാംഗ്ലൂരിലേക്ക് പോയി. ബാംഗ്ലൂരിൽ എന്നെ സംബന്ധിച്ച് എനിക്ക് പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. ബാംഗ്ലൂരിൽ എന്റെ അയൽവാസിയായ തച്ചങ്കോടുള്ള അബ്ദുറഹ്മാൻ ഖാൻ, ഇന്ന് തച്ചങ്കോട് അദ്ദേഹം ടൈലർ ഷോപ്പ് ഇട്ട് ജോലി ചെയ്യുന്നു. അദ്ദേഹത്തിന്റെ ടൈലർ ഷോപ്പിലേക്ക് നിങ്ങളെല്ലാം അടിക്കാൻ കൊടുക്കണം. കാരണം നല്ലൊരു ടൈലറാണ്, അടിപൊളി ഏത് മോഡലും ഡിസൈനും കാര്യം ചെയ്യുന്ന ടൈലറാണ്. തച്ചങ്കോട് നമ്മളെ വാണിയമ്പല റോട്ടിലാണ് കേട്ടോ, യാദൃശ്യമായിട്ട് പറഞ്ഞു. കാരണം അദ്ദേഹത്തിന് ഞാൻ എന്റെ ഗുരുനാഥനെ പോലെ ഗുരു തുല്യനായിട്ട് കാണുന്ന ഒരാളാണ്, നല്ല മനുഷ്യനാണ്. അബ്ദുറ എന്നാണ് അറിയപ്പെടുന്ന പേര്. ഞങ്ങൾക്ക് റഹ്മാൻ ഖാൻ എന്നാണ് പറയാം ബാംഗ്ലൂരിൽ. അങ്ങനെ റഹ്മാൻ ഖാന്റെ കമ്പനിയിൽ ഞങ്ങൾ വർക്ക് ചെയ്തു ബാംഗ്ലൂരിൽ. പിന്നീട് എനിക്ക് ഹിന്ദി പഠിക്കണമെന്നൊരു ആഗ്രഹത്തിൽ ഞാൻ ബോംബെയിലേക്ക് പോവാണ്. അങ്ങനെ ബോംബെയിലേക്ക് പോകുമ്പോൾ ഞാൻ എന്റെ കൂടെ ഉണ്ടായിരുന്നു, ഞാൻ മാത്രമേ ഉള്ളൂ, ഒരു മുസ്ലിംസ് ആയിട്ടും പിന്നെ ഒരു മലയാളി ആയിട്ടും. അപ്പം ബാക്കിയുള്ളതൊക്കെ നമ്മുടെ ഹൈന്ദവ സഹോദരങ്ങളും ക്രൈസ്തവ സഹോദരങ്ങളായിരുന്നു എന്റെ കൂടെ ഉണ്ടായിരുന്നത്. അപ്പൊ അവരൊക്കെ പൊതുവെ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു തണ്ണിയടിക്കുക എന്ന് പറഞ്ഞാൽ വലിയൊരു തെറ്റായ കാര്യമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം തണ്ണിയടിക്കൽ ഹറാമായ കാര്യമാണ്, അത് നിഷിദ്ധമാണ് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം. അപ്പൊ നമുക്കത് ഭയങ്കര തെറ്റായിട്ട് ഭയങ്കര ഒരു കുറ്റമായിട്ട് കാണുന്നവരാണ് മുസ്ലിംസ് വിഭാഗങ്ങൾ. എന്നാൽ ഇന്നിപ്പോൾ ഏറ്റവും കൂടുതൽ റെക്കോർഡ് മുസ്ലിംസിനാണ് തണ്ണിയടിക്കുന്നത്. വേറെ വിഷയം, തിരൂരും കോട്ടയം മലപ്പുറം ജില്ലയ്ക്കാണ് പിന്നെ കള്ളിന്റെ കാര്യത്തിൽ നമ്പർ 1 റെക്കോർഡ് കൊണ്ടുപോകുന്നത്, അതായത് മുസ്ലിങ്ങൾ ഏറ്റവും കൂടുതൽ ജില്ല. അത് വേറെ വിഷയം. അങ്ങനെ ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് ബോംബെയിലേക്ക് പോകണം. ഹിന്ദി പഠിക്കണം, കന്നഡ പഠിച്ചിരുന്നു, ഞാൻ കന്നഡ എഴുതിയൊക്കെ പഠിച്ചിരുന്നു. പിന്നെ അങ്ങനെ തോന്നി കന്നഡ കൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, ലോകം കറങ്ങണമെങ്കിൽ ഒന്ന് ഇംഗ്ലീഷോ അല്ലെങ്കിൽ ഹിന്ദിയോ നമ്മുടെ കയ്യിൽ വേണം എന്നൊരു ചിന്ത വന്നപ്പോൾ ഞാൻ അങ്ങനെ ബാംഗ്ലൂരിൽ നിന്ന് ബോംബെയിലേക്ക് പോകണം. അങ്ങനെ ബോംബെയിലേക്ക് പോകുമ്പോൾ ബോംബെയിൽ നിന്ന് ഇവർ ചെല്ലുന്ന വഴിക്ക്, അതായത് 4-5 പേര് പറഞ്ഞ് കർണാടകയിൽ നിന്ന് ബാംഗ്ലൂരിൽ നിന്ന് ബോംബെയിലേക്ക് വരണം. അപ്പോൾ ബോംബെയിലുള്ളവരുടെ സുഹൃത്തുക്കളവരെ സ്വീകരിക്കുന്ന രീതി ഈ ബ്രാൻഡിയും വിസ്കി ഇങ്ങനെയുള്ള സാധനങ്ങൾ, എന്താ പേര് മുഴുവൻ, അങ്ങനെ 2 പേര് എനിക്കറിയുള്ളൂ. ഇതൊക്കെ വാങ്ങിയിട്ട് ഇവരെ സ്വീകരിക്കുകയാണ്. അപ്പൊ ഞാൻ മാത്രമേ ഇതിൽ തണ്ണടിക്കാത്ത ആളുള്ളൂ. കാരണം വെച്ചാൽ എന്നോട് തണ്ണടിക്കരുത് എന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ മാത്രമേ തണ്ണടിക്കാത്ത ആളുള്ളൂ. അപ്പൊ എന്നോട് പറഞ്ഞു, നീ ബിയർ അടിച്ചോ, അതൊന്നും കുഴപ്പമില്ല എന്ന് പറഞ്ഞു. ഞാൻ ബിയറും വേണ്ട, എനിക്കൊന്നും വേണ്ട. അതിൽ എനിക്ക് ഇവരിങ്ങനെ എന്റെ ഒരു വിജയ് പറഞ്ഞ സുഹൃത്തുണ്ടായിരുന്നു. അതിന് ഭയങ്കരമായിട്ട് ബാംഗ്ലൂരിൽ നിൽക്കുമ്പോൾ, ബാംഗ്ലൂർ കമ്പനിയിൽ നിൽക്കുമ്പോൾ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്ത ഒരാളായിരുന്നു. അപ്പൊ പറഞ്ഞു, എന്നെ സുബു എന്ന് വിളിച്ചിരുന്നു കേട്ടോ. സുബൈർ എന്നില്ല അവർക്ക് വിളിക്കാൻ അറിയാത്തതുകൊണ്ട് സുബു എന്ന് വിളിച്ചിരുന്നു. സുബു നീ തണ്ണി അടിച്ചില്ലെങ്കിൽ നീ ഇന്ന് മുതൽ എന്റെ ഫ്രണ്ട് അല്ല എന്ന് പറഞ്ഞു. അപ്പൊ അതുവരെ എനിക്ക് ഹിന്ദി അറിയില്ല, എനിക്ക് തമിഴ് അത്യാവശ്യം കന്നഡ അറിയില്ലായിരുന്നു, തമിഴും അറിയില്ല. ആ സമയത്ത് എനിക്ക് ഹിന്ദി അറിയില്ല. തമിഴും ഹിന്ദിയും പഠിച്ച ഞാൻ ബോംബെ എന്നാണ്. അപ്പൊ എന്നോട് പറഞ്ഞു, നീ ഇങ്ങനെ തണ്ണടിക്കാന്നുണ്ടെങ്കിൽ തണ്ണടിച്ചില്ലാന്നുണ്ടെങ്കിൽ എന്റെ ഫ്രണ്ട് ആവില്ല, നീ ബോംബെയിലേക്ക് വന്നത് നീ ഒറ്റപ്പെടുന്നു പറഞ്ഞോട്. ഒറ്റപ്പെടുന്ന പറയുമ്പോൾ എനിക്ക് പേടി വന്നു കേട്ടോ. അതിൽ ഞാൻ പറഞ്ഞു, ഞാൻ തണ്ണടിക്കാടാ, ഞാൻ അങ്ങനെ വാക്ക് കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് എനിക്ക് തണ്ണടിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ അങ്ങനെ കണ്ണുനീര് വന്നെന്റെ. കണ്ണുനീര് വന്നപ്പം പിന്നെ ഒപ്പം അവരെ റൂമിലുണ്ടായിരുന്ന ആളിനോട് ഇന്നലെ കരയണ വെച്ചു. അല്ലെങ്കിൽ ഇവൻ തണ്ണിയെടുക്കാൻ വേണ്ടി ഇപ്പം നിർബന്ധിക്കണം. മറ്റേ ആൾ പറഞ്ഞു, വിജയിന്റെ കൂടുതൽ ഒരാൾ പറഞ്ഞു, ഈ വിജയ് തണ്ണിയെടുക്കാൻ വേണ്ടി ആ പയ്യനോട് നിർബന്ധിക്കണം, അതുകൊണ്ടാണ് അവൻ കരയണത് എന്ന് പറഞ്ഞു. അവൻ നീ എന്തിനാണ് അവനെ നിർബന്ധിക്കണം, അവൻ വേണമെങ്കിൽ അടിച്ചോടാ, നിനക്കെന്താ അത്ര ബുദ്ധിമുട്ട്, അവൻ അടിച്ചില്ലെങ്കിൽ അടിക്കണ്ട, നീ എന്തിനാ ബുദ്ധിമുട്ടിക്കണ ചോദിച്ചു. അങ്ങനെ അവൻ ഒന്ന് ഷൗട്ട് ചെയ്തു അയാളെ. പിന്നെ എനിക്ക് കമ്പനിക്ക് എനിക്ക് ചേസ് ആൾ വേണമെന്ന് പറഞ്ഞവര് ആര് വിജയ്. അങ്ങനെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാല് വിജയ് അങ്ങനെ പറഞ്ഞെങ്കിലും ഞാൻ തണ്ണി അടിക്കാൻ തയ്യാറായില്ല.
കാരണം നമുക്ക് പ്രോമിസ് ചെയ്ത് കൊടുത്തല്ലോ ഒരാൾക്ക്. എൻ്റെ ഒരു സുഹൃത്തിനോട് ഞാൻ പ്രോമിസ് ചെയ്തല്ലോ, തന്നെ അടിക്കൂല എന്ന് പ്രോമിസ് ചെയ്തല്ലോ. അപ്പൊ പ്രോമിസ് ചെയ്ത് എനിക്ക് അത് ധിക്കരിക്കാൻ കഴിയില്ല. അങ്ങനെ പിന്നെ ഇവർക്ക് തന്നെ എന്നെയായിട്ട് ഇങ്ങനെ ഈ ഗ്ലാസ് ഇങ്ങനെ മുടിച്ചിട്ട് ചേസ് എന്ന് പറയില്ലേ, ഇങ്ങനെ ചേസ് ചെയ്യണം. അപ്പൊ പറഞ്ഞു നിനക്ക് അങ്ങനെ ചേസ് ചെയ്യണം, അതിന് വേണ്ടിയിട്ടാണ് നീ അവനോട് തന്നെ ഇരിക്കാൻ പറഞ്ഞത്, അതിനവർ പെപ്സി വാങ്ങി കൊടുത്താൽ പോരെ എന്ന് പറഞ്ഞു. അങ്ങനെ ഇവരൊപ്പം അവര് തണ്ണി അടിച്ചു, എനിക്ക് ഒരു പെപ്സി വാങ്ങി തന്നു. നമ്മുടെ ക്ലാസ്സിനെ ഇങ്ങനെ മുട്ടിച്ചു കൊടുത്തു. ക്ലാസ് അവന് സന്തോഷമായി, ഞാനും സന്തോഷമായി. എന്നിട്ട് ആ റൂമിൽ നിന്ന് ഇവര് കള്ളുടിച്ചാണ്ട് ഫുള്ള് ഫിറ്റായി. ഇവരൊക്കെ നിയന്ത്രിച്ച് ഇവർ നോക്കിയതൊക്കെ ഞാനായിരുന്നു. ഇവര് ഫുള്ള് ഛർദ്ദിച്ചിട്ട് ആകെ ജഗ പുകയ്ക്കുന്ന റൂമില്. അത് വേറെ വിഷയം. അന്ന് ഞാൻ ശരിക്കും ഒരു കുടിയനായിരുന്നേനെ. അന്ന് ഞാൻ എന്റെ ഈ ജ്യേഷ്ഠ സഹോദരന് വാക്ക് കൊടുത്തിട്ടില്ലായിരുന്നു, ഞാനൊരു കുടിയനായി മാറിയിരുന്നേനെ. മനസ്സിലാവണ്ടോ? അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത്, നമ്മൾ ചില വാക്കുകൾ, ചില പ്രോമിസുകൾ നമ്മൾ അതുപോലെ കൊണ്ട് നടക്കണമെങ്കിൽ നമ്മൾ ലൈഫിൽ മുന്നേറും. ഇന്നും പല ആൾക്കാരും എന്നെ പറഞ്ഞു, ഹിന്ദിയൊക്കെ നല്ലതുപോലെ സംസാരിക്കുന്നു, നീ തമിഴ് നല്ലപോലെ സംസാരിക്കുന്നു, കന്നഡ നീ അത്യാവശ്യം സംസാരിക്കുന്നു, പക്ഷെ നീ ഇതിലൊക്കെ പോയി വന്നിട്ട് നീ എന്തുകൊണ്ട് തണ്ണി അടിക്കുന്നില്ല, നിനക്ക് എന്തുകൊണ്ടാണ് പഴക്കം കിട്ടിയത്, വീഡിയോ അടിക്കാറില്ല എന്നൊക്കെ പറയാറുണ്ട്. അപ്പൊ അതിന് കാരണം എന്റെ ശരീരത്തെ നിയന്ത്രിക്കേണ്ടത് ഞാനാണ്. അതുപോലെ എന്റെ ഓരോ പ്രേക്ഷകരോടും എന്റെ ഓരോ ഫോളോവേഴ്സിനോടും യൂസറിനോടും എനിക്ക് പറയുന്നത്, നിങ്ങളുടെ ശരീരത്തെ നിയന്ത്രിക്കണം. നിങ്ങൾ ഓരോരുത്തരാവണം. മറ്റുള്ളവനെ നിയന്ത്രിക്കേണ്ട ഒരു സിറ്റുവേഷനിൽ നിങ്ങളുടെ ശരീരത്തിനെ വിട്ടുകൊടുക്കരുത്. അതായത് നിങ്ങളെ സുഹൃത്തിന് വേണ്ടിയിട്ട് നിങ്ങളുടെ ശരീരം നശിപ്പിക്കേണ്ട സാഹചര്യം നിങ്ങൾക്ക് വരരുത്. അങ്ങനെ വരാതിരിക്കാൻ നിങ്ങൾ ഓരോരുത്തരും ശ്രദ്ധിക്കണം. മനസ്സിലുണ്ടോ? അപ്പൊ കുറെ നേരമായി ഞാൻ വന്നിട്ട്, കുറെ നേരമായി എന്റെ ഈ ഒരു കാര്യങ്ങൾ, എന്റെ അനുഭവങ്ങളും എല്ലാ കാര്യങ്ങളും നിങ്ങൾ കേൾക്കുന്നു. ഒത്തിരി സന്തോഷമുണ്ട്. ഒരുപാട് ആൾക്കാർ എന്റെ ലൈവ് ഡയറക്റ്റായി കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്, നിങ്ങൾ ഷെയർ ചെയ്യുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാം, ഇഷ്ടമല്ലെങ്കിൽ ലൈക്ക് ചെയ്യുന്ന വേണ്ട. എന്തെങ്കിലുമൊക്കെ എഴുതി കണ്ട് ചീത്ത പറയലൊക്കെ എന്തായാലും കുറെ കുറഞ്ഞിട്ടുണ്ട്. ഈ ചീത്ത പറഞ്ഞാലും നമുക്ക് കുഴപ്പമൊന്നുമില്ല, കാരണം നമ്മളെ കാര്യങ്ങളാണ് പറഞ്ഞത്. അപ്പം നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ കാര്യത്തിൽ നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുക. മാക്സിമം നിങ്ങൾ പലിശയിലേക്ക് പോകരുത്. പലിശയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലേക്ക് നിങ്ങൾ പോവാതിരിക്കുക. സമാധാനത്തോടെ ഇറങ്ങുക. ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കാൻ ഞാനും നിങ്ങളും ഓരോരുത്തരും തയ്യാറാവണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു.